ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് പതിവില്ലാതെ ഞാൻ നമ്മുടെ ഇളം ചൂടുവെള്ളത്തിൽ തേൻ ചേർത്തിട്ടുള്ള വെള്ളം കുടിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ അടുക്കളയിൽ പോയിട്ട് ഇന്നത്തേക്ക് പുട്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയിരുന്നത്. നമ്മുടെ ഗോതമ്പൂട്ടില്ലേ അതുണ്ടാക്കി. മുമ്പ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു കേട്ടോ ഗോതമ്പ് പുട്ട്. പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് പുട്ട് കഴിക്കാൻ. എന്തോ ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് പുട്ടിനോട്. അപ്പോൾ പുട്ടിന് കൂട്ടായിട്ട് ഞാനിന്ന് റോബസ്റ്റ പഴമാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കൂടുതലും റോബസ്റ്റ പഴമാട്ടോ കഴിക്കാറുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പഴമാണ് റോബസ്റ്റ പഴം. പിന്നെ ഉച്ചക്കത്തേക്ക് കുറച്ച് നാടൻ വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ സെങ്കിൻ്റെ ചുറ്റും കാണുന്നത് പീച്ചിങ്ങയുടെ തോലാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. നോശാന ആയതുകൊണ്ട് കുറേ പണിയുണ്ട് അതാട്ടോ. അതിനുശേഷം ഞാൻ തണ്ണിമത്തൻ്റെ ജ്യൂസ് അടിച്ച് കുടിച്ചു. എന്തൊരു ചൂടല്ലേ, എന്തെങ്കിലും ജ്യൂസ് ഇടയ്ക്ക് കുടിക്കണത് നല്ലതാണ്. പിന്നെ ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യം വന്നായിരുന്നു. അപ്പോൾ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഈ ഒരു കുൽഫി വാങ്ങിച്ചു. ഇതിന് 5 രൂപയേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല, നല്ലതാണോ എന്ന് ചോദിച്ചാലും അറിയില്ല. പിന്നെ ഉച്ചക്കത്തേക്ക് പരിപ്പും പീച്ചിങ്ങയും കൂടി തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ഒരു കറിയായിരുന്നു കേട്ടോ നമുക്ക് കറിക്ക് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കറി, നല്ല ടേസ്റ്റാണ്. ഇവിടെ എനിക്കും കുഞ്ഞിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ അച്ചാറും നല്ല മാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു ചോറിന് കൂട്ടായിട്ട്. പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. അതിൽ ഞാൻ മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല, പച്ചമുളക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും സവോളയും ചേർത്തിട്ടാട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ പീച്ചിങ്ങ കറിയും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് നല്ല നാടൻ ഒരു ഊണായിരുന്നു കേട്ടോ ഇന്ന്. ചെറിയ കറിയും കുറച്ച് കറിയും ഒരുപാട് ടേസ്റ്റും ഉള്ളതായിരുന്നേ. പിന്നെ ഞാൻ കുരിശപ്പം ഉണ്ടാക്കി. ഇന്ന് പെസഹ ആണ്, ക്രിസ്ത്യൻസിൻ്റെ ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണ് പെസഹ എന്ന് പറയുന്നത്. അപ്പോൾ ആ പെസഹയ്ക്ക് നമ്മൾ പെസഹ അപ്പവും പാലും ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാൻ പെസഹ അപ്പവും പാലും ഉണ്ടാക്കി. പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഞങ്ങളത് മുറിച്ച് അതാട്ടോ കഴിച്ചത്. അതോടുകൂടി ഇന്നത്തെ ഫുഡിങ് അവസാനിപ്പിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.